വെൽക്കം ടു മൈ ചാനൽ മൈ ജേർണി 1111. ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹീലിംഗ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. ഹൊപ്പോണ ഹീലിംഗ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ 4 മാജിക്കൽ സെൻറ്റൻസ് ആണുള്ളത്. ഈ ഒരു 4 മാജിക്കൽ സെൻറ്റൻസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. ഒരാളുടെ ലൈഫ് തന്നെ മാറും. നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവത്തില്ലേ? ഓരോ പ്രോബ്ലംസ് കാരണം ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതിനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ മൈൻഡിൽ കൊണ്ടുവരിക. അതിനെ നമ്മൾ ആലോചിക്കുക പ്രോബ്ലത്തെ പറ്റിയിട്ട്. എന്ത് കാരണമാണ് നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്? ഒരു ഐഡൻറ്റിഫൈ ചെയ്യുക പ്രോബ്ലത്തിനെ. ആ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിയർ ഹൈ സെൽഫ്. നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഡിയർ ഹയർ സെൽഫ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ഐ ആം ടേക്കിംഗ് ദ 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്. ഐ ആം ടേക്കിംഗ് ദ 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ബിലീഫ്സ്. ഐ ആം ടേക്കിംഗ് ദ 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് മൈ ഫ്യൂച്ചർ. ഐ ആം ടേക്കിംഗ് ദ 100% റെസ്പോൺസിബിലിറ്റി ഓഫ് എവറിത്തിങ്. ഇങ്ങനെ പറയാം. ആ പ്രോബ്ലം മൈൻഡിൽ ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഡിയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിയർ ഹയർ സെൽഫ്, പ്ലീസ് റിലീസ് ഓൾ നെഗറ്റീവ് ബിലീഫ്സ്, ഓൾ നെഗറ്റീവ് എനർജീസ്, ഓൾ ലിമിറ്റിംഗ് തോട്ട്സ് എല്ലാം എൻ്റെ നിന്ന് റിലീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ മൈൻഡിൽ പറയാം. ഇതെല്ലാം മൈൻഡിൽ പറഞ്ഞതിന് ശേഷം 1 മിനിറ്റ് കണ്ണടയ്ക്കുക. നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. റിലാക്സ്ഡ് ആയിട്ട് കഴിഞ്ഞിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ പറയാം. ഇതാണ് ആ 4 മാജിക്കൽ സെൻറ്റൻസ്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ പവർഫുള്ളാണിത്. 11 ടൈംസ്, 21 ടൈംസ്, 101 ടൈംസ് എത്ര വേണോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇമോഷൻസും പാഷനും ഫീലിങ്സും ഒക്കെ കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ എൻ്റെ ലൈഫിൽ മാജിക്ക് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. അത്രയും പാഷനോട് കൂടി, അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യണം. നമ്മൾ ഇഷ്ടത്തോട് കൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സക്സസ്സിലെത്തത്തേ ഉള്ളൂ. അതുപോലെ ഇതും അത്രയും ഇഷ്ടത്തോടു കൂടി, അത്രയും പാഷനോട് കൂടി ആ ഒരു ചാൻറ്റ് ചെയ്യാം. പിന്നെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ടൈം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചെയ്യാം. നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാം. പിന്നെ ഒട്ടും ടൈമില്ല എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അങ്ങനെ പറയാതെ നമ്മൾ മൈൻഡിൽ ഇതൊക്കെ ഓരോന്നും നമ്മൾ ഓരോ പ്രോബ്ലംസൊക്കെ ആലോചിച്ചിട്ട് ഇത് നമുക്ക് റിക്കവറി, ഇതിന് നമുക്കൊരു സൊല്യൂഷൻ വേണം, ഇതെല്ലാം നമുക്ക് റിലീസ് ചെയ്യണം, മൈൻഡൊക്കെ നമുക്ക് ഓക്കെ ആവണം. അപ്പോൾ നമ്മൾ അത്രയും ആഗ്രഹത്തോട് കൂടിയിട്ട് എവിടെയാണെങ്കിലും ഇത് ഇപ്പം ഓരോന്നും നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്നും ആലോചിക്കത്തില്ലേ. അപ്പം അതിന് പകരം ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അങ്ങനെ പറഞ്ഞു നോക്കിയേ, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.